മലയാളത്തിൽ നിന്ന് ഈ ആഴ്ച തിയേറ്ററിലെത്തുന്ന ചിത്രമാണ് അതിരടി. ബേസിൽ ജോസഫാണ് നായകൻ. ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും ചിത്രത്തിലുണ്ട്. ഗംഭീരമായ ഇൻസൈഡ് റിപ്പോർട്ടുള്ള ഒരു സിനിമയാണ് അതിരടി. യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിനിമ വരുന്നത്. സിനിമയുടേതായി പുറത്തു വന്ന ഗാനങ്ങൾ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. ഇനി സിനിമയുടെ ട്രെയിലറാണ് വരാനുള്ളത്. ഇന്ന് വൈകുന്നേരം ട്രെയിലർ റിലീസ് ചെയ്യുന്നുണ്ട്. ഏതായാലും സിനിമയ്ക്ക് ഗംഭീര ഇൻസൈഡ് റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ സിനിമയുടെ പെയ്ഡ് പ്രീമിയേഴ്സ് 13-ാം തീയതി വൈകുന്നേരം ഓൾ കേരള ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോകൾ ഫുള്ളായി പോവുകയും ചെയ്തിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് ഗംഭീര പ്രതീക്ഷയാണ്. പെയ്ഡ് പ്രീമിയേഴ്സ് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് DS ഇറയ്ക്കാണ്. ആ സിനിമയിൽ അത്രയേറെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പെയ്ഡ് പ്രീമിയേഴ്സ് നടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെയ്ഡ് പ്രീമിയേഴ്സ് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് നെഗറ്റീവ് വന്നാൽ അത് ആദ്യ ദിന കളക്ഷനൊക്കെ വലിയ രീതിയിൽ ബാധിക്കും. നേരെ തിരിച്ച് ആ സിനിമ ഗംഭീരമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുമുണ്ട്. DS ഇറയ്ക്ക് ആദ്യ ദിനത്തിൽ വൻ കളക്ഷൻ വരാനുള്ള കാരണം അതിന്റെ പെയ്ഡ് പ്രീമിയേഴ്സിലൂടെ ലഭിച്ച ഗംഭീര റിവ്യൂ ആയിരുന്നു. ഇവിടെ അതിരടിക്കും അത് ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഗംഭീര റിപ്പോർട്ട് വരട്ടെ. ഈ ഒരു വെക്കേഷൻ കാലത്ത് വാഴ 2-നും മോഹിനിയാട്ടത്തിനും ഒക്കെ ശേഷം തിയേറ്ററിൽ വലിയ സക്സസ് ആവാൻ കെൽപ്പുള്ളൊരു ചിത്രമാണ് അതിരടി. അടുത്ത ആഴ്ച ദൃശ്യം 3 കൂടെ തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഏതായാലും മെയ് മാസത്തിന്റെ അവസാന നാളുകൾ മലയാള സിനിമയ്ക്ക് നല്ലത് തന്നെ സംഭവിക്കട്ടെ.